ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞങ്ങളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചി അടുക്കളയിൽ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു കിങ്ങണി വന്നിട്ട്. ആ സമയത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു, കുറച്ച് പേര് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ പോലും കണ്ടിട്ടില്ല, കാരണം ഗ്യാപ്പ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് നാൾ റെസ്റ്റായിരുന്നു. പിന്നെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ജോലിക്ക് തന്നെ പോകാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ആ വീഡിയോയിൽ തന്നെ കാണാഞ്ഞത്. ഇപ്പം അറിയാമല്ലോ, ഇപ്പം എല്ലാവർക്കും പനിയും ഹെൽത്ത് ഇഷ്യൂവും അങ്ങനെ ഓരോരോ സംഭവം ഉള്ളത് കൊണ്ട് ഭയങ്കര പാടാണ്. അതായിരുന്നു ആ വീഡിയോയിൽ കാണാഞ്ഞത്. ഉമ്മച്ചി അടുക്കളയിൽ ഓരോരോ സംഭവങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കളയിലോട്ട് പോയിട്ട് ഞാൻ ഉമ്മച്ചീനെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വേറെ വീട്ടിലാണ്. നേരത്തെ വീഡിയോ ആണെന്നവർക്ക് അറിയാം, നമ്മളിപ്പോൾ വീട് മാറിയായിരുന്നു. ഇപ്പം അതിൻ്റെ അപ്പുറേ തന്നെ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ വീട് എടുത്തേക്കുന്നത്. അപ്പം അധികം ദൂരമൊന്നും പോയില്ല. ഇതേണ്ട ഉമ്മച്ചി ഇവിടെ വീഡിയോ എടുക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി കഥ അടയ്ക്കുന്നത് എന്നാന്ന് വെച്ച് തരികയാണെങ്കിൽ അത്ത അവിടെ തിണ്ണയിലിരുന്ന് TV കാണുക, അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് വെച്ചോണ്ട് കഥയിൽ ചാരുന്നേ. അപ്പം അതെ, സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അപ്പം ഉമ്മച്ചി ഞായറാഴ്ച അവധിയാ അല്ലേ അമ്മ? അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞായറാഴ്ച ദിവസം അവധിയാ. വീഡിയോ ചെയ്യാൻ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ വരാതിരിക്കുമല്ലായിരുന്നു. അതെ, ഉമ്മച്ചീനെയും കണ്ടിട്ട് കുറച്ച് പേര് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഞാൻ നിന്ന കടയിൽ വന്നിട്ട് പറഞ്ഞു വീഡിയോ എന്നാ ചെയ്യാത്ത, നിങ്ങളെല്ലാരും ചെയ്യേ, ഞങ്ങളെല്ലാം കാണാനിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിക്ക് ആ കടയിലുണ്ട് പേരൊന്നും ചോദിക്കാനും പറ്റിയില്ല. അതെ അതെ, പിന്നെ അതുപോലെ തന്നെ എന്നെ കണ്ടിട്ടും 2-3 പേര് ചോദിച്ചായിരുന്നു. പിന്നെ എന്നെ കണ്ടിട്ട് ഇപ്പം ചിലവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, കാരണം എൻ്റെ അല്ലേ അമ്മ രൂപത്തിലും കുറച്ച് മാറ്റം വന്നിട്ട്. അതെ അതെ. പിന്നെ ഈയിടെയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. ഉമ്മച്ചിക്ക് പനി, എനിക്ക് പനി, അത്തായിക്ക് പനി, അങ്ങനെ എല്ലാവർക്കും കിടപ്പായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു, കുറെ നാൾ അവധിയായിരുന്നു. 10-12 ദിവസമായിട്ട് കടയിൽ പോയില്ലായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാവുന്ന ഉഷാറായി വന്നത്, കടയിൽ പോകാൻ. അതെ അതെ, അത് കാരണമായിരുന്നു പിന്നെ വീഡിയോ പിടിക്കാനും. ഇടയ്ക്ക് ഞങ്ങൾ വിചാരിച്ച വീഡിയോ പിടിക്കണമെന്ന്, പക്ഷെ അതിനൊന്നും ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു വ്ളോഗും പിന്നെ ഉമ്മച്ചി എന്തോ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ അമ്മ? അത് കത്രിക്ക ഒന്ന് പൊരിക്കാമെന്ന് ഓർത്ത്. കത്രിക്ക പൊരിക്കാൻ എന്നാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും കാണിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം വേണ്ട ഉമ്മച്ചി വേണ്ട ഈ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്, കാരണം വെട്ടത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ആവശ്യമില്ല, വീഡിയോ കാണുന്നവർ പറയണം അല്ലേ എങ്ങനെയുണ്ട്. അതെ അതെ, ശരിക്കും വെട്ടം കിട്ടത്തില്ല. അപ്പം അത് കാരണം ആ ലൈറ്റ് ഇട്ടേക്കുന്നത്. ട്യൂബിനൊരു പരിധി ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ ചോറും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് അല്ലേ മാ? അതൊന്ന് കാണിച്ചു കൊടുത്തേ മാ. ഞായറാഴ്ചയാ, അപ്പം നമ്മുടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതൊന്നിടാം. പക്ഷെ പുളി കിടക്കുന്നോണ്ട് വെട്ടം. പുളി നമ്മളെ ഉണക്കാനായിട്ട് വെച്ചേക്കുവാണ്. മറ്റേ അതെ, ഞാൻ ചോറ് വാർത്ത് വെച്ചിരിക്കുക. ഇതാണ് ഇന്നലത്തെ മീൻകറിയാ. പിന്നെ ഇറച്ചിക്കറി അടുപ്പത്ത് ഇരിപ്പുണ്ട്. അപ്പുറത്തും അടുക്കളയിൽ മോരൊക്കെ ഉണ്ട്, അത് അപ്പുറത്ത് വെച്ചിരിക്കുക. ഈ ചോറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ട് അപ്പുറത്ത് കൊണ്ട് വെക്കും, കാരണം ഈ പുളി കിടക്കുന്നോണ്ട് നമ്മളിവിടെ ഇതെല്ലാം വെന്ത് കഴിഞ്ഞാൽ ഇവിടെ വെക്കത്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ചെറിയൊരു അലമാരി പോലത്തെ ഒരു സംഭവം അല്ലേ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇത് ഉമ്മച്ചിക്ക് ആരോ തന്നെയാന്ന് തോന്നുന്നല്ലേ? അതെനിക്ക് ഉമ്മച്ചി തന്ന, ഉമ്മച്ചിയുടെ ഉമ്മ കൊടുത്ത. അതുകൊണ്ട് ഉമ്മച്ചി പാചകത്തിലോട്ട് കിടക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ കത്തിരിക്ക. അപ്പൊ ഇത് ഒന്ന് നമുക്ക് പൊരിക്കാമെന്ന് വെച്ചു, കാരണം എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഇത് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി ഞാനൊരു വലുതും മേടിച്ചോണ്ട് വന്നതാ. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പാടുവോ വിജയിക്കുവോ നോക്കാല്ലേ. അപ്പൊ നമ്മളിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ആദ്യം മുറിക്കുമ്പോൾ സൈഡ് രണ്ടും അങ്ങ് മുറിച്ച് മാറ്റണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതേണ്ട ഓൺലൈനിൽ നിലവിളി എന്താ ഇത് കിങ്ങണി മേടിച്ചിട്ട് ഫസ്റ്റ് ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ്, മറ്റേ ഈ സ്റ്റിക്കർ പോലത്തെ ഒട്ടിക്കുന്ന. കിങ്ങണി ഫസ്റ്റിലെ ഒട്ടിച്ച് അത് കുളമായി. പിന്നെ രണ്ടാമത് അത്താനെയും കൊണ്ട് ഒട്ടിച്ചതാ. എന്നിട്ട് ഈ സാധനം ഒട്ടാൻ ഭയങ്കര പാടാ. കിങ്ങണി നേരത്തെ ഒരു വെള്ള കളറിലെ അവരുടെ മതിലിൽ ഒട്ടിക്കാനായിട്ട് ഒരെണ്ണം മേടിച്ചായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് ഒട്ടിയ. ഇത് അതിനെക്കാട്ടി റേറ്റും കൂടുതലാണ്, പക്ഷെ 240 രൂപയേ ഉള്ളൂ.
പക്ഷെ എന്നാലും അത്ര ഇതില്ലെന്ന് തോന്നുന്നു. കാരണം ഒട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടോ ഒട്ടിയിരിക്കുന്നത്. ചുളുക്കം വന്നിട്ടുണ്ട്. കാരണം പശ ഭയങ്കര നമ്മള് പേപ്പർ അടുക്കുമ്പോഴത്തേക്കേ ഇങ്ങനെ ഒട്ടിക്കുമ്പോ അങ്ങ് ഇതായി പോകും. ഈ വയാറ് കാരണമാണ് ഉമ്മച്ചീനെ കാണുന്നില്ല ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട്. ഇതേ മോനെ ഇത് കട്ട് ചെയ്തേ. ഈ സൈഡിൽ മോനെ ഇതാണ്ടാവും പുകയുന്നു മോനെ. ഓഫ് ചെയ്ത് അതിനകത്ത് കണ്ടോ പുകഞ്ഞോണ്ടിരിക്കുവാണ്. അത് എന്തോ വീണതാ. ഈ തീയൊക്കെ കത്തുന്ന പോലെ വീഡിയോ കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല. ഓഫ് ചെയ്ത് തരുമാ? ഓഫ് ചെയ്തില്ല. ഇല്ല. ആഹാ, നമുക്കത് മറിച്ച് നോക്കാം. ഇതൊക്കെ ലൈവായിട്ട് കിട്ടുന്നതാ. ഒന്ന് നോക്കട്ടെ മോനെ. കത്തിപ്പിടിച്ചു അല്ലേ? അത് വല്ലോ പ്രാണി വന്ന് വീഴുമ്പോഴാ അങ്ങനെ വരുന്നത്. വല്ല കൊതുകോ ഈച്ചയോ നോക്കട്ടെ. തിരിച്ചൊന്ന് നോക്കിയാൽ മതി. അതപ്പോൾ കമത്തി വെച്ച് നോക്കാം. ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ മിക്കവാറും വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ നമ്മളതൊന്നും കാണിക്കാറില്ല. ഒരു ഈച്ചയാ ഗൈസ്. ഈച്ചയല്ലേ? ഈ കിടക്കുന്നുണ്ടോ? ഇത് ഈച്ചയാണ്. അതിപ്പോ ചൂടായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ല കമ്പും കൊണ്ട് കുത്തിക്കളയാം. എന്നിട്ട് നമുക്ക് വീണ്ടും വീഡിയോ പിടിക്കാം. ഇത് മിക്കവാറും ഇങ്ങനത്തെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കല്യാണത്തിന് കൊണ്ടുവന്ന ലൈറ്റാ. അപ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ പ്രാണി വീരാനൊക്കെ ഉള്ള വിഷയമുണ്ട്. ഇപ്പം നമ്മുടെ ഈ വലിയ ലൈറ്റ് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റാവും, അറിയാമല്ലോ. മറ്റേ അല്ലെങ്കിൽ ചെറിയ ലൈറ്റൊക്കെ കിട്ടും, 10,000 1000 ആ റേഞ്ചിനകത്തൊക്കെ ലൈറ്റ് കിട്ടും. പക്ഷെ അത് വെട്ടം കാണത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ മേടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് കളഞ്ഞിട്ട് ഇനി നമുക്ക് വീഡിയോ പിടിക്കാം. വേണ്ട, പ്രാണീനെ എല്ലാം കളഞ്ഞു. പ്രാണീനെയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് സെറ്റാക്കി. ഇപ്പോഴും അതിനകത്ത് എന്തോ ആ പ്രാണിയുടെ റിമൈൻസ് വല്ലതും അതിനകത്ത് കാണും. അതുകൊണ്ടായിരിക്കും അത് കത്തുന്നത്. ആ പുക വന്നോണ്ടിരിക്കുവാണ്. നമുക്ക് ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കാം അല്ലേ? എന്നിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോയിട്ടാണെങ്കിലും നമുക്കത് മുറിക്കാം. കാരണം അല്ലെങ്കിൽ തീ പിടിച്ചാലോ. അപ്പോൾ നമുക്ക് പുറകിൽ പോയിട്ട് ചെയ്യാം. ഇത് മുറിക്കുന്നതാണെങ്കിലേ മുറിച്ചോ. ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി പൊരിക്കണം. ഇതുണ്ട്, ഈ 2 പീസ് അങ്ങ് നമ്മൾ മാറ്റുക, സൈഡിലെ 2. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വെട്ടത്തിലാണ് പിടിക്കുന്നത്. വെട്ടമുണ്ടോ മോനെ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കമന്റ് ചെയ്യണം കേട്ടോ വെട്ടം കുറവുണ്ടെങ്കിൽ. കാരണം ഇവിടെ നമ്മൾ ഈ താമസിക്കുന്ന വീട് നടുക്കത്തെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെട്ടം കുറവാണ്. ഇത് അതുപോലെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തുണിയൊക്കെ കിടക്കുന്നത്. കാരണം ഞായറാഴ്ച ആകുമ്പോഴല്ലേ കഴുകാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, വീട് താന്നായിരിക്കുന്നത്. മറ്റേ മണ്ണും മറ്റേ കാറൊക്കെ ഇടുന്നിടമൊക്കെ മുകളിലാണ്. ഇത് പിന്നെ അതുപോലെ ഓണറിൻ്റെ വീടും അപ്പുറത്ത് തന്നെയാണ്. അത് ഓണറിൻ്റെ ഒക്കെ കാറാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഒക്കെ ഇടുന്നത് കിങ്ങണിയൊക്കെ വരുമ്പോൾ. അപ്പം ഇനി ഇത് നമുക്ക് മുറിക്കാം. അത് കാരണം ഈ ഇരുട്ട് വരുന്നേ അല്ലേ? വെട്ടമുണ്ടോ മോനെ? കുഴപ്പമില്ല. 2 സൈഡും നമ്മൾ മുറിച്ച് മാറ്റിയേ. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് മീൻ വരയുന്ന പോലെ ചെറുതായിട്ട് ഒന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാം. മിക്കവർക്കും അറിയാമായിരിക്കും, മിക്കവരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഞാനിത് ഇച്ചിരി കൂട്ടിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിൽ കൊണ്ടുവന്നപ്പം. മുളക് പൊടി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും, ഒരു പച്ചമുളക് ചതച്ചിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, സ്വല്പം വിനാഗിരി. അതായത് നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ ഇതെല്ലാം നമുക്ക് പുരട്ടി ഒന്ന് പൊരിക്കാം. അപ്പം അത് ഞാനൊരു പാത്രം എടുത്ത് ഇതെല്ലാം ഒന്ന് പുരട്ടട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആക്കട്ടെ. ഉപ്പ്, സ്വല്പം വിനാഗിരി എല്ലാം കൂടി ഒഴിച്ച് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. സ്വല്പം വെള്ളവും കൂടി ഒഴിക്കാവേ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ സാധനം കട്ട് ചെയ്ത് കളയണമായിരുന്നോ? ഏതാ വള്ളി? വേണ്ട, നമുക്ക് ഇങ്ങനെ മീൻ്റെ വാല് പോലെ തരുന്നുള്ളൂ. വള്ളി ഒപ്പിക്കാവല്ലോ. ഇനി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ആദ്യം പിടിച്ചോണ്ട് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാം, നമ്മുടെ കൈ ഇതാക്കാതെ.
ഇടയിലോട്ടൊക്കെ കയറണല്ലേ. അത് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇത് കയറിക്കോളും. ഇവിടെ ലൈറ്റ് ഒന്ന് ഓണാക്കി. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ ചൂട് പോയതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ വെട്ടം കാണുമ്പോൾ ഈ പ്രാണികൾ വന്നു ഇരിക്കും. അതാ. അപ്പം വേണ്ട മുളകെല്ലാം പുരട്ടി ഇനി നമുക്ക് ബാക്കിയുള്ള ഇത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇത് ഇനി പൊരിച്ചാൽ മതി എന്ന് തോന്നുന്നു അല്ലേ? ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ലേ? ഇത് പൊരിക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാകട്ടെ. കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില നമുക്ക് വെക്കാം. കരിയാപ്പിലൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ മാ? അതെ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മുടെ കത്തിരിക്ക അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കത്തിരിക്ക അവിടെ നിന്ന് ഇങ്ങനെ മൂക്കട്ടെ. കാണാൻ രസമുണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലേ മാ, റെഡിയായി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് കഴിച്ചവർ കാണും അല്ലേ? മിക്കവരും കഴിക്കുന്നുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ആ വലുതിരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞ പയ്യനോട് മോനെ ആ വലുതിങ്ങ് തരാൻ പറഞ്ഞു. ഇങ്ങനെ മേടിച്ചോണ്ട് വന്നോ. ഇത് മേടിച്ചിട്ട് എന്തോ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞു. അന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ലായിരുന്നു. നമ്മള് രാത്രിയിലാണ് വരുന്നത്. അപ്പോഴത്തേക്കും ഗ്യാപ്പ് കിട്ടട്ടെ. മോന് 8:30 ചിലപ്പോൾ അതിലും താമസിക്കും. പിന്നെ അത് കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫോണിലാണ് അവിടുത്തെ കടയിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്, എൻ്റെ ഈ ഫോണിൽ. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് സ്റ്റോറേജിൻ്റെ വിഷയമുണ്ട്. ഇതിപ്പം മൈജിയിൽ എങ്ങാണ്ടോ ഓഫർ എങ്ങാണ്ടോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം, ഒത്തിരി കൂടിയതൊന്നുമല്ല, ഐഫോണൊന്നുമില്ല, എന്നാലും നോക്കണം. കാരണം വീഡിയോയ്ക്ക് പിടിക്കാനായിട്ട് ഈ ഫോണാണെങ്കിൽ സ്റ്റക്കായി തുടങ്ങി. ഫോൺ അറിയാമല്ലോ, ഒരു 3 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോഴേ സ്റ്റക്കായൊക്കെ തുടങ്ങും. വീഡിയോ പിടിക്കാൻ നേരം നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ്. ഇനി ഇതൊന്ന് കിങ്ങണിയുടെ ഒരു ഫോൺ മേടിച്ചായിരുന്നു. കിങ്ങണി അത് വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞായിരുന്നോ? കിങ്ങണി ഇടയ്ക്ക് ഒരു ഫോൺ മേടിച്ചായിരുന്നു. അതും EMIക്കാ. അതിപ്പോൾ കിങ്ങണിയുടെ എന്താണ്ടോ EMI വെച്ചിട്ട് കിട്ടിയതാ. EMIക്കകത്ത് എങ്ങാണ്ടോ ബജാജിൻ്റെ എങ്ങാണ്ടോ വെക്കാൻ നേരം ഫസ്റ്റിലെ അല്ലേ അമ്മ എത്രയോ എങ്ങാണ്ടോ സിവിൽ സ്കോറും വരും, 720 സിവിൽ സ്കോറും വരും. പിന്നെ അതുപോലെ എന്തോ നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് അടയ്ക്കണ്ട, ആ റേറ്റ് വരെയുള്ള ഫോൺ നമുക്ക് എടുക്കാം. ഇത് ബജാജിന്റെ ഒരു പ്രൊമോഷൻ അല്ല, EMI എടുക്കാൻ നേരം സൂക്ഷിച്ചും കണ്ടും എടുത്താൽ മതി. കാരണം ഇതൊക്കെ ഒരു ചതിയാ. പിന്നെ ഒരു തവണ EMI എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുക. അതിലും ഭേദം എടുക്കാതിരിക്കുന്ന, ഉള്ള പൈസക്കുള്ള ഫോൺ എടുക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ ഈ EMI എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് വല്ലതൊക്കെ അല്ലേ അമ്മ, ലോണിൻ്റെയോ കാര്യങ്ങളിലെയോ ഒരു ആവശ്യം വരുവാണെങ്കിൽ അതെ, നമുക്ക് ആരോടും ചോദിക്കേണ്ടയും കാര്യം വരത്തില്ല. അതെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താണ് ഓരോരോ കാര്യങ്ങൾ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താണ് ഓരോരോ കാര്യങ്ങൾ ഓടിക്കുന്നത്. അപ്പൊ വേണ്ട ഇത് ഫ്രൈ ആയി വന്ന്, ഇത് ഫ്രൈ ആയിട്ട് എങ്ങാണ്ട് ഇറച്ചിയൊക്കെ ഫ്രൈ ആയി വന്നേക്കാം. അതെ, മണവും ഉണ്ട്, ഒരു പ്രത്യേക ഒരു മണം. ഈ മീനും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം. ആണോ, നല്ലൊരു മണം വരുന്നുണ്ട്. മണം കേട്ടിട്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, മണം വന്നിട്ട്. അതിന് ആ സൈഡും കൂടി നല്ല മുരിഞ്ഞിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിടണം. നല്ല ടേസ്റ്റ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും. എളുപ്പമല്ലേ? അതെ അതെ. അപ്പൊ നമുക്കിതൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചൊക്കെ നോക്കാം, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അതെ, ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മച്ച് റെഡിയാക്കി എടുത്തോണ്ടിരിക്കുക. കാരണം മോനെ ഉള്ളും കൂടി വേകണ്ടേ, പുറം തന്നെ അല്ല, എൻ്റെ ഉള്ളിലോട്ടും വേവ് ചെല്ലണം. അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുക. അപ്പം ഇങ്ങനെയും വീഡിയോ പിടിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ആ കുക്കിങ് ചെയ്തില്ലേ, അങ്ങനെയും വീഡിയോ പിടിക്കുന്നവരുണ്ട്. നമ്മൾ 2 രീതിയിലും പിടിക്കാറുണ്ട്. ഇപ്പോൾ വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ വ്ളോഗാ, കുക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുക്കിങ്ങാ, എന്താണെന്ന് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല. ആ രീതിയിലാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. അപ്പം ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ മറ്റേ രീതിയിലെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുക്കിംഗ് മാത്രം കാണിക്കുന്നതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.
കാരണം അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുന്നത്. കാരണം എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ചുറ്റുവട്ടവും നമ്മുടെ സംസാര രീതിയോ അല്ലെ അമ്മ കൂടുതൽ അറിയാൻ പറ്റും. അതാണ് ഈ ഒരു അതെ, ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നമുക്ക് ഇതിനകത്തൂടെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ തന്നെ ആ ഒരു തീ കത്തിയ സംഭവം ഇല്ലേ, അത് മിക്കവാറും വരുന്ന, അത് നമ്മൾ മിക്കവാറും കട്ട് ചെയ്ത് കളയാറ് പതിവ്. ഇപ്പം അത് അങ്ങനെ പിടിച്ചത് കൊണ്ട് അത് കാണാൻ പറ്റിയത്. പിന്നെ അതുപോലെ കുറേ നാളായല്ലോ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചിട്ട്, അതുകൊണ്ടും സംസാരിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ വീഡിയോ പിടിച്ചേ മാറത്തുള്ളൂ. പിന്നെ അതുപോലെ സൗണ്ട് ചിലപ്പം കുറവായിരിക്കും. അതെല്ലാം മാറി മാറി വരണം. കാരണം ഈ ക്യാമറ എന്ന് പറയുന്ന സംഭവം നമ്മൾ കുറച്ച് നാൾ മുന്നിൽ നിന്നിട്ട് പിന്നെ മാറിക്കഴിയുവാണെങ്കിൽ അതിൻ്റെ ഒരു സംസാരിക്കാൻ നേരം നമുക്കൊരു ചമ്മൽ, തപ്പൽ അങ്ങനെയൊക്കെ വരും. മെയിനായിട്ട് ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ചെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വീഡിയോ പിടിക്കാൻ നേരം ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ വരയ്ക്കാത്താണല്ലോ, ആരും കാണാനും ഒന്നുമില്ലല്ലോ. വേണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളെന്ന് തോന്നുന്നു അല്ലേ അമ്മ? അതിൻ്റെ ആ മുളകും ഇതുമൊക്കെ അങ്ങനെ വന്നിരിക്കുന്നു. അത് ഇന്നലെ ഉള്ളിലോട്ട് അത് വേവ് ചെല്ലത്തുള്ളൂ. ഇപ്പം ഞാനൊരു കുഞ്ഞു നാരങ്ങ എടുത്ത് ഇങ്ങനെ വച്ചിട്ട് നാരങ്ങ നീരും കൂടെ ഒഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓഫ് ചെയ്തൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ടേക്കാം. നമ്മുടെ പ്ലേറ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ പ്ലേറ്റ് നമുക്കെടുത്ത് ഇങ്ങോട്ട് അങ്ങ് വെക്കാം. എണ്ണ ഒഴിക്കാം. നല്ല ചൂടാ. ഇപ്പൊ കൈ തൊട്ട് കഴിയാണ് കൈയുടെ തീരുമാനമാവും. കൈ പൊള്ളും. അപ്പൊ ഇത് ഇങ്ങനെ ചൂടായിരിക്കുമ്പോ തന്നെ നാരങ്ങ ഒഴിക്കണ്ടല്ലേ? നാരങ്ങ ഒഴിക്കാതാകത്തോട്ട് വേറെ അപ്പുറത്തും ചെന്നോളും. കാരണം എന്നാന്നോ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നത്. പുളിയും കൂടി വരുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നീ ജസ്റ്റ് രണ്ട് രസത്തിന് വേണ്ടിയിട്ട് രണ്ട് കരിയാപ്പിലയും കൂടി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണേ. പിന്നെ 2 വേണം പറിച്ച് മുകളിലും കൂടി ഇട്ടോ. 2 ഇതിന്റെ മണ്ട ഇച്ചിരി ചെവിട് കട്ട് ചെയ്തിട്ടല്ലേ. വേണ്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് കണ്ടോ, മറ്റേ ചിക്കൻ കാലൊക്കെ ഇരിക്കുന്ന കാര്യം ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ 2 ഫോട്ടോയും കൂടെ എടുക്കാം അതിൻ്റെ. കാരണം തമ്മിലിൽ ഇടണമല്ലോ. അത് ചൂടറിയുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാമെന്ന് തോന്നുന്നല്ലേ? ഉമ്മച്ചി എന്നോട് ചോദിച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കണോ? ഓ, ചോറ് വേണ്ട, നമുക്ക് ചോറ് ഇല്ലാതെ നമുക്ക് ചുമ്മാ കഴിച്ച് നോക്കാം. എന്നാൽ നമുക്കത് കഴിച്ച് നോക്കാം അല്ലേ? അപ്പം വേണ്ട, നമ്മുടെ സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. ഉമ്മച്ചി ഇനി ഇത് പ്ലേറ്റിനകത്ത് ഇട്ട് തരും. ഇതെങ്ങനെയാ കഴിക്കുന്നത്? ഒരു സ്പൂണും കൊണ്ട് വല്ലതും മുറിച്ച് തരും? ഇതൊന്നും കഴിച്ചു നോക്കാനായിട്ട് പോവാണ്. ഉമ്മച്ചിയോട് ഞാൻ കഴിക്കാൻ പറഞ്ഞോ. എനിക്കാണെങ്കിൽ ചൂടായതുകൊണ്ട് പേടിയാ. എനിക്ക് എന്തെങ്കിലും സ്പൂണോ അങ്ങനെ. അവിടെ ഒരു വെട്ടക്കുറവ് പോലെ കാണുന്നല്ലോടാ. അത് കുഴപ്പമില്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്പൂൺ, കുഞ്ഞു സ്പൂൺ എടുക്ക്. കിട്ടിയത് ഇതാ. അപ്പൊ ഇത് വെച്ചൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് കാരണം ഇത് ചൂടായതുകൊണ്ട് അവന് പേടിയാ, ചൂട് കൈ പൊള്ളുമോ? അത് നല്ല ചൂടാണ്. ആവില്ലല്ലേ? കുഴപ്പമില്ല. പക്ഷെ ഈ സൈഡ് വെന്തില്ലാത്തയാണോ എന്നാന്ന് അറിയത്തില്ല. നോക്കിക്കമ്മ, അകത്തോട്ട് നോക്കിക്കേ. എന്താ തമ്മനെ? അത് മൊത്തം ചെവിടോട് കൂട്ടി തിന്നണം, എന്നാലേ അരപ്പിന്റെ ഇത് വരത്തുള്ളല്ലോ. ആ ചെവിട് ചേർത്ത് തിന്നണം. അത് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിപ്പിച്ച് ചോറിനകത്തിട്ട് ഇളക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാ. ഇത് അങ്ങനെ തിന്നുന്നതാന്ന് തോന്നുന്നു. ഇങ്ങനെ തിന്നിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും പെട്ടില്ല. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഇത് പാളി. ടേസ്റ്റ് ഇല്ലേ? അതങ്ങനെ എന്നിട്ടാ ചോറിനകത്ത് ഇളക്കി തിന്നണോടാ. ഉമ്മച്ചി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉമ്മച്ചി എന്നിട്ട് പറയുവേ. ഇങ്ങനെ ഇട്ട് ചോറിനകത്തിട്ട് ഇളക്കിയ ഇത് തിന്നുന്ന സംഭവം.
ചോറിനകത്തിട്ടത് ഇങ്ങനെ ഇളക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതാണല്ലോ. മറ്റേ എവിടെയല്ല നീ ആ മണ്ടയ്ക്ക് ആ നടുക്ക് ഭാഗം മാത്രം എടുത്താൽ നിങ്ങൾ മാറ്റി വെച്ചില്ലേ? ഇങ്ങനെ കണ്ട രുചിയില്ല. എനിക്ക് അതിന്റെ ടേസ്റ്റ് ചിലപ്പം ഞാനിങ്ങനെ പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലാത്തവനാ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. ചോറിനകത്ത് ഇളക്കി തിന്നാൻ ആ എല്ലാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതാന്ന്. നല്ല, പക്ഷെ ഇങ്ങനെ പച്ചക്ക് തിന്നാനല്ല, ചോറിനകത്തിട്ട് ഇളക്കി തിന്നാൻ നല്ല ടേസ്റ്റോടെ ആ എരിവും എല്ലാം കൂടി വന്ന്. അപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചോറുണ്ണാനായിട്ട് പോവുകയാണ്. ചോറുണ്ണാൻ നേരം അതും കൂടെ വെച്ച് നമ്മൾ കഴിക്കും. കാരണം ഏതാണേലും അല്ലേ അമ്മ നല്ലതാണ്, സംഭവം കൊള്ളാം. പക്ഷെ ചോറിൻ്റെ കൂടെ ആയിരിക്കും നല്ലത്. ഞാൻ തിന്ന പോലെ പച്ചക്ക് തിന്നല്, പച്ചക്ക് തിന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് അല്ലേ അമ്മ കറക്റ്റ് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതെ, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചിലപ്പം എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. ഇവൻ പച്ചക്കറിയെ തിന്നത്തില്ല, ഒരു തോരനോ മെഴുക്കോട്ടയോ ഒന്നും വെച്ചാൽ തിന്നത്തില്ല. മീനൊക്കെയാണ് ഇച്ചിരി പൊരിച്ചത്, അങ്ങനെ വലിയ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പച്ചക്കറിയൊക്കെ തിന്നെങ്കിലല്ലേ കാൽസ്യം ഉണ്ടാകത്തുള്ളൂ. അത് തിന്നത്തില്ല. അതെ, പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം. അതാ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ചോറിനകത്തിട്ടൊന്ന് തിന്ന് നോക്കാം, അപ്പൊ ഇത് വരുമല്ലോ എന്ന്. ചോറിന് പിന്നെ ഇറച്ചിക്കറിയുണ്ട്, മോരുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അല്ലേ അമ്മ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.